നാർസിസിസ്റ്റിക് സ്വഭാവമുള്ള ആളുടെ കൂടെ ജീവിക്കുന്ന ഓരോ വ്യക്തിയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവരിനി എങ്ങാനും ശരിയാവുമോ? ഈ നാർസിസിസ്റ്റിക് സ്വഭാവമെല്ലാം മാറ്റിവെച്ച് നല്ലൊരു വ്യക്തിയായിട്ട് മുന്നോട്ട് വരുമോ എന്നൊക്കെ. ഇത് കൂടുതലും ആളുകൾ ചോദിക്കാറ് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇവരിൽ വലിയ ഒരു വ്യത്യാസം കാണാൻ സാധിക്കും. ഇവർ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നു, മറ്റുള്ളവരോടൊക്കെ നല്ല സ്മൂത്തായിട്ട് ബിഹേവ് ചെയ്യുന്നു, വേറെ റിലേഷൻഷിപ്പിലൊക്കെ പോയി അതൊക്കെ ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം നിങ്ങളും ചിന്തിക്കും, ഇനി ഇവരെ കൊണ്ട് മാറാൻ പറ്റുമോ? എൻ്റെ തെറ്റുകൊണ്ടാണോ റിലേഷൻഷിപ്പ് പോയത്? ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ കാരണം ആ ഒരു ക്വസ്റ്റ്യൻ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, ഇവർക്ക് മാറാൻ സാധിക്കുമോ എന്നുള്ളത്. ഇവരെ വിട്ടുപിരിയാനുള്ള ആ ഒരു ടൈമിലും ഈ ഒരു ചോദ്യം തന്നെയായിരിക്കും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്രയും വർഷം മുന്നോട്ട് വന്നിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ കരഞ്ഞ് ഇത്രയും കാല് പിടിച്ചിട്ടും ഒന്നും മാറിയിട്ടില്ല. അബ്യൂസ് കൂടിക്കൂടി വരിക എന്നല്ലാതെ, നിങ്ങളെ വീണ്ടും വീണ്ടും ചതിക്കുക, വേദനിപ്പിക്കുക എന്നല്ലാതെ ഒരു മാറ്റവും ഇവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള ഒരാൾ ഒരു സുപ്രഭാതത്തിൽ നല്ലൊരു വ്യക്തിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാനും നിങ്ങളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെയുള്ള ആ ഒരു വീഡിയോ കണ്ടു നോക്കൂ. ഇതുപോലുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ചോദ്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം.